ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയില് നിങ്ങളെ തമ്പനയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഗർസ് സോപ്പിന്റെ എന്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു 2-3 ആഴ്ച അടുപ്പിച്ചായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരാഴ്ച ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്യാൻ വീട്ടിലുണ്ടായിരുന്നില്ല, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 ആഴ്ചത്തെ കണക്ക് പറയുന്നത്. അപ്പോ ഗർസ് സോപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കണം, കാരണം ഇപ്പോ സെലിബ്രിറ്റീസ് അടക്കം അനവധി ആൾക്കാരാണ് ഈ ഗർസ് സോപ്പിനെ കുറിച്ചിട്ട് പറയുന്നത്. നിങ്ങളിത് യൂസ് ചെയ്യരുത്, നിങ്ങളുടെ ടാൻ പോകുന്നാണ് അവർ പറയുന്നത്. സോ അത് കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ടാണ് ഞാനും മേടിച്ചത്. കാരണം എന്റെ കൈയിന്റെ ടാൻ, ഒരു രക്ഷയില്ലാത്ത കയ്യിൽ ടാൻ ആയിരുന്നു, അത് കണ്ടിട്ട് മാത്രം മേടിച്ചതാണേ. അപ്പൊ ഈ സോപ്പിനെ കുറിച്ച് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇവർ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഗർസ് സോപ്പ് എന്ന് പറയുന്നത് ആയുർവേദ പ്ലസ് സയൻസ് വച്ചിട്ട് അവരുണ്ടാക്കിയിരിക്കുന്ന സോപ്പാണ്. അതായത് ആയുർവേദയും സയൻസുമാണ് ഇതിനകത്ത് കൊളാബ് ചെയ്തിരിക്കുന്നത്. I hold a PhD in reducing body tan. മാജിക് സോപ്പ്, ഇവരുടെ തന്നെ മാജിക് സോപ്പ് ഉണ്ട്, കോജിക് ആസിഡിന്റെ സോപ്പ് ഉണ്ട്, അങ്ങനെ പല പല വെറൈറ്റി ഉണ്ട്. മഞ്ഞ കളറുണ്ട്, അങ്ങനെ വെറൈറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ഈ മാജിക് സോപ്പാണ്, കാരണം എനിക്ക് ടാൻ ആണല്ലോ നോക്കണ്ടേ. അപ്പൊ ഇത് കൊള്ളാമെങ്കിൽ വേറെ മേടിക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു മാജിക് സോപ്പ് തന്നെയായിരിക്കും ഞാൻ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ മേടിക്കത്തുള്ളൂ. ഇനി അവർ പറയുന്നുണ്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്നുള്ളത് കറക്റ്റ് ആണ്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്പ് എന്ന് എനിക്ക് തോന്നി, കാരണം ഞാനൊരു നോർമൽ സ്കിന്നുള്ള ആളാണ്. പക്ഷെ ചെറുതായിട്ട് നമ്മളൊരു ബോഡി ലോഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട് നമ്മുടെ സ്കിന്ന്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പൊ ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങൾ കുളിച്ചതിന് ശേഷം നല്ലൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്തേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കുവേ. പക്ഷെ അത് വെരി നോർമൽ തിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സോപ്പ് ഇട്ട് നല്ലപോലെ കുളിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എല്ലാ സോപ്പും അങ്ങനെ വരുത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എല്ലാവരും ഡവ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഡവ് ഒന്നും അങ്ങനെ ചെയ്തില്ല. ഇപ്പൊ ബോഡി ലോഷൻ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയോ അല്ലെങ്കിൽ ഫേസോ ഒന്നും വന്നിട്ട് ഡ്രൈ ആക്കത്തില്ല കേട്ടോ. സോ അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ഒന്നും അല്ലെങ്കിലും 220 രൂപ കൊടുക്കുന്നതല്ലേ, അപ്പൊ ഒന്ന് ഡ്രൈ ആക്കാതിരിക്കാനുള്ള ഐറ്റംസും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് എന്ന് എനിക്ക് തോന്നി. ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇത് 100 ഗ്രാം ആണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 220 രൂപയാണ് ഈ 100 ഗ്രാമിന്. അത് കുറച്ചധികം കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ സോപ്പാണ് ഒന്നാമത്. നമ്മൾ നല്ലവണ്ണം ഒന്ന് കുളിച്ചാൽ ഒരു മാസമേ കിട്ടത്തുള്ളൂ ഈ സോപ്പ്. എങ്ങനെ പോയാലും 1 മാസത്തിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മാസമേ കിട്ടത്തുള്ളൂ. അപ്പോ കുറച്ച് കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നി. മേ ബി ഇവർ യൂസ് ചെയ്യുന്നതെല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് ആകാം. എന്നാലും അറിയില്ല എനിക്ക്. കാരണം ഇപ്പൊ നമ്മളൊരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പേഴ്സണലി കാച്ചെണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങൾക്ക് അമ്മയുടെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എണ്ണ നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം സാധനങ്ങളുടെ വില, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം, നമ്മളുടെ മാൻ പവർ എല്ലാം നമുക്ക് അത്യാവശ്യം അറിയാം. അപ്പൊ എനിക്കിങ്ങനെ വിലനെ കുറിച്ച് പറയാനും ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ ആയിരുന്നു. ബട്ട് എനിവേസ് ഇതാണ് സംഭവം. കുറച്ച് കൂടുതലല്ലെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ആമസോണിലൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. 170 രൂപയ്ക്ക് എങ്ങാണ്ടാണ് ഞാൻ ഈ സോപ്പ് മേടിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ് അല്ലേ. MRP മേടിക്കാൻ പോയാൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാകും. ഇവർ പറയുന്നുണ്ട് പാരബൻ ആൻഡ് SLS ഫ്രീ ആണ്, ടോക്സിക് ഫ്രീ ആണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള മേ ബി അതാവാം ഇതിന്റെ പ്രൈസ്. അപ്പൊ അവരിതിനകത്ത് കള്ളത്തരം കാണിക്കുമ്പോൾ വില കുറയും, അങ്ങനെയാവാം. നോ ടെസ്റ്റഡ് ഓൺ ആനിമൽസ് ആണ് ഇവർ പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് നോക്കാം. ഐ റെഡ്യൂസ് ബോഡി ടാൻ ആൻഡ് ലീവ് യുവർ സ്മെല്ലിംഗ് ഫാബുലസ് ആൻഡ് ഓൾ താങ്ക് ടു മൈ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ്. സ്മെല്ല് ഒരു രക്ഷയില്ല. നമുക്ക് കുളിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ നമ്മൾ ദൈവീകമായിട്ടുള്ള എന്തോ ഒരു സാധനം. ഇതിന്റെ മണം എന്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു മണം. എന്ത് മണം എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് നമ്മളൊരു പണ്ട് എവിടെയോ ഒരു സാമ്പ്രാണിയുടെ എന്തോ മണം നമുക്ക് കിട്ടി. അങ്ങനത്തെ ഒരു ഫീല് ഈ ഒരു സാധനത്തിന് എനിക്ക് കിട്ടി കേട്ടോ. ഭയങ്കര കിടുക്കം മണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കുളിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആസ്വദിച്ചങ്ങോട്ട് കുളിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. അതാണ് ഈ സോപ്പിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവരിതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വെക്കരുത്. എല്ലാ സോപ്പും പോലെ ഇത് കുറച്ച് പതാന്നിരിക്കുന്ന ഒരു സോപ്പാണ്. സോ വെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് തീർന്നു. അപ്പോ അങ്ങനെ ചെയ്തുകൂടാ. അത് നമ്മൾ കുറച്ച് സോപ്പ് പൊട്ടി അടിയിൽ തുളയൊക്കെയുള്ള സോപ്പ് പൊട്ടി വെക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും. പിന്നെ ഡയറക്റ്റ്ലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുതെന്ന് ഇവർ പറയുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ഈ സോപ്പ് കാണിക്കാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോപ്പാണ്. ഇതെന്റെ കൈ ഇവിടെ ഞാൻ പേപ്പറിൽ വെച്ചിരിക്കുക. കാരണം
ഒന്നാമത്തെ കാര്യം ഇതിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എനിക്കൊരു സോപ്പ് മേടിക്കാൻ വയ്യ. സോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം യൂസ് ചെയ്താലല്ലേ എനിക്കിത് കാണിക്കാൻ പറ്റുള്ളൂ. ഇതിന് 2 സൈഡാണുള്ളത്. ഇങ്ങനൊരു കുറച്ച് തരി പോലെ എന്താ പറയുന്നത്, ഒരു സ്ക്രബ് പോലത്തെ ഒരു ഇത് സോഫ്റ്റ് ആയിട്ടുള്ള റഫും എന്താണ് സോഫ്റ്റും. ഈ റഫായിട്ടുള്ള ഏരിയ കണ്ടോ, ചക്കലം കൂടെ ഇനി ബാലൻസ് ഉള്ളൂ. ഇനിയിപ്പോ ഇത് റിവ്യൂ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ റഫ് എല്ലാം തീരും. സ്മൂത്ത് ആയിട്ടുള്ള സംഭവം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വശം കുറച്ചും കൂടെ ഉണ്ട്. മോനെ ഇതിന്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഇനി ഈ സോപ്പ് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇത് ഞാൻ 2 ആഴ്ച അടുപ്പിച്ച്, 2 ആഴ്ച 3 ആഴ്ച ആയിട്ടില്ല. കാരണം ഞാൻ 3 ആഴ്ചയായി ഞാൻ ഇത് മേടിച്ചിട്ട്. പക്ഷെ എനിക്ക് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഞാൻ പറയുന്ന മോശമല്ലേ. അപ്പൊ ഞാൻ 2 ആഴ്ച കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 ദിവസം കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റഫായിട്ടുള്ള ഏരിയ ആണ് പെട്ടെന്ന് തീരുന്നത് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ നോക്കി വെച്ചോളൂ. സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ കുറച്ചും കൂടെ നിൽക്കും. വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ പോയി. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് മുഖത്തേക്ക് തേക്കുക. അല്ലാണ്ട് ഡയറക്റ്റ്ലി ഈ സോപ്പ് എടുത്ത് ഈ ഒര ചെയ്യരുത്. അത് ഈ സോപ്പ് എന്നല്ല, ഒരു സോപ്പും അങ്ങനെ ചെയ്തുകൂടാ കേട്ടോ. ഓക്കെ, ദെൻ ഇതിന്റെ ഇൻഗ്രീഡിയൻസിനകത്ത് ഇവർ പറയുന്നുണ്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലിസറിൻ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആട്ടുംപാല്, സാഫ്രൻ, സാൻഡൽവുഡ് എല്ലാം ഒറിജിനൽ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ മേ ബി അതാവാം ഇവരുടെ പ്രൈസ് കൂടാൻ കാരണം, ഗുണം കൂടാനൊക്കെ കാരണം അതാവാം. ഇങ്ങനെയാണ് കേട്ടോ ഇതിനകത്ത് സോപ്പ് വരുന്നത്. ഇതിനകത്ത് ഇങ്ങനെയാണ് സോപ്പ് വരുന്നത്. ആ സോപ്പിൽ ഒട്ടിച്ചിരുന്ന സംഭവമാണ് ഞാൻ ഇവിടെ എടുത്ത് ഇതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി റിവ്യൂ ചെയ്യുമ്പോൾ സോപ്പോ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒട്ടിച്ചു വെച്ചതാണേ. അപ്പൊ ഇതിൽ കൂടുതൽ എനിക്ക് ഇതിനെക്കുറിച്ച് എന്ത് പറയണം എന്നറിയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ സ്മെല്ല് ഒരു രക്ഷയില്ല. ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം, കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട് നമ്മുടെ ബോഡി. എനിക്ക് എസ്പെഷ്യലി കാലാണ് ഫീൽ ചെയ്തത്. കാല് എനിക്ക് ഇച്ചിരി ഡ്രൈ ആക്കും. അപ്പൊ കാല് കുറച്ച് ഡ്രൈ ആയി ഞാൻ ഇടയ്ക്കൊക്കെ. പിന്നെ ഞാൻ ഒരു ബോഡി ലോഷൻ എപ്പോഴും ഇടുന്ന ഒരാളല്ല. മേ ബി ബോഡി ലോഷൻ ഇട്ടിരുന്നെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ലായിരുന്നു. മേ ബി വരത്തില്ലായിരുന്നു. പക്ഷെ ഞാനത് അങ്ങനത്തെ ഒരാളല്ല. ഞാൻ പൊതുവെ ആൾക്കാർ ബോഡി ലോഷനൊക്കെ ഇടുന്ന ആൾക്കാർ കുറവല്ലേ, നമ്മളൊരു സോപ്പൊക്കെ ഇട്ട് കുളിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ബോഡി വന്നിട്ട് ഡ്രൈ ആക്കും. സോ നിങ്ങൾ ലോഷൻ മസ്റ്റ് ആയിട്ടും എടുക്കുക. ഇനിയാണ് നമുക്ക് മെയിൻ ആയിട്ടും ഇവർ പറയുന്ന സാധനം, റെഡ്യൂസിങ് ബോഡി ടാൻ. ഞാൻ തമ്പനയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ. എൻ്റെ കൈ നിങ്ങൾക്ക് കാണാവോ? എൻ്റെ ഈ കൈ എത്രത്തോളം ടാൻ ആയിരുന്നെന്ന് എനിക്കറിയില്ല പറയാൻ. ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബോഡി ടാൻ പോകുന്നത് നമുക്ക് വിസിബിൾ ആകും. അത് എന്തൊക്കെയെന്ന് പറഞ്ഞാലും നമ്മളുള്ള കാര്യം ഉള്ള പോലെ പറയണല്ലോ. ശരിക്കും ടാൻ മാറുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് ടാൻ മാറുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഓർത്തായിരുന്നു ഇങ്ങനെ റിവ്യൂ കണ്ട സമയത്ത്, അല്ലെങ്കിൽ ചുമ്മാ ഇവർ ഹൈപ്പ് കൊടുക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അല്ല, ഉറപ്പായിട്ട് മാറുന്നുണ്ട്. ഫേസിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഫേസിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആദ്യത്തെ ദിവസം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ണാടി നോക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടിയപോലെ. നമ്മളൊരു പാക്ക് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് വരത്തില്ല, അതുപോലത്തെ ഒരു ഫീൽ വന്നായിരുന്നു കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ച് ഞാൻ റിവ്യൂ ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ട് എനിക്ക് ഇല്ലാത്ത പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയത്തില്ല. നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. എനിക്ക് ആകെ ഇതിനകത്തൊരു തോന്നിയത്, ട്രൈ ആക്കുന്നുണ്ട്. ഇഫ് യു ഹാവ് ഡ്രൈ സ്കിൻ, നിങ്ങൾ ലോഷൻ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യരുത്. സോ വേറെ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ല. അടിപൊളി സോപ്പാണ്. ഈ ഒരു വില വേണമെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം. ഇത്രയും വിലയ്ക്കൊക്കെ ഇത് മുതലാവത്തില്ല. അതാണ് മെയിൻ ആയിട്ട്. എനിക്ക് എന്തായാലും ഇത് മേടിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇതിന്റെ സ്മെല്ലിന്റെ ഒരു ഭയങ്കര, നമ്മൾ അഡിക്റ്റായി പോകുന്ന മണമാണ്. ഒരു രക്ഷയില്ലാത്ത മണം. അപ്പോ വേറെ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ സോപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. സോ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.